അപ്പം ഇന്ന് ഞാൻ പാർട്ട് 1 ലൈഫ് സ്റ്റോറിയാണ് കേട്ടോ ഇവിടെ പറയാൻ പോണത്. ഇന്നലെ നമ്മളൊരു ആമുഖം പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അപ്പം ഇതാ പാർട്ട് 1 ലൈഫ് സ്റ്റോറി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ഇപ്പാൻ്റെ കല്യാണത്തിൻ്റെ അന്ന് മുതലുള്ള കാര്യങ്ങൾ മുതലിട്ട് അങ്ങോട്ട് തുടങ്ങുകയല്ലേ. അപ്പോൾ ഇമ്മയും ഇപ്പയും എളാപ്പയും മൂത്താപ്പയും മക്കളായിട്ടോ. സ്വന്തം വാപ്പാൻ്റെ അനിയനും ഏട്ടനും ആണല്ലോ എളാപ്പ മൂത്താപ്പ എന്ന് പറയണത്. അപ്പോൾ ഇമ്മാൻ്റെ മൂത്താപ്പാൻ്റെ മകനാണ് ഇപ്പ. അന്നത്തെ കാലത്ത് പഴയ കാലത്തൊക്കെ അങ്ങനെയാണല്ലോ, കാരണന്മാരും വാപ്പന്മാരൊക്കെ പറയണ പോലെയാണല്ലോ അന്ന് കേൾക്കുക. കല്യാണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, ഇന്നയാളെ കൊണ്ട് കല്യാണം കഴിക്കുക, ഇന്നയാളെ കൊണ്ട് കല്യാണം കഴിക്കുക. നമ്മൾക്ക് അവിടെ ഒന്നും ഒരു റോളില്ലല്ലോ. അന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിക്കുമല്ലോ. ഇന്നത്തെ മാതിരി പഠിപ്പൊക്കെ ആയി അവിടെ ഇവിടെയൊക്കെ എത്തട്ടെ എന്നൊന്നും പറയൂലല്ലോ. 18 വയസ്സിൻ്റെ പ്രശ്നം ഒന്നുമില്ലല്ലോ. എത്ര വയസ്സാണോ പ്രായപൂർത്തിയായ അപ്പം പിടിച്ച് കെട്ടിച്ച, അല്ലെങ്കിൽ അതിന് മുന്നേ കെട്ടിച്ച, അങ്ങനെയൊക്കെയാണല്ലോ അന്ന്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഉമ്മാൻ്റെ മൂത്താപ്പാൻ്റെ മകനെ കൊണ്ട് ഉമ്മാനെ കല്യാണം കഴിപ്പിച്ച് വിട്ട് 5 വർഷത്തിന് ശേഷമാണ് കേട്ടോ പിന്നെ കുട്ടികളുണ്ടായത് ഉമ്മാക്കും ഉപ്പാക്കും. അപ്പോൾ ഇവർക്ക് കുട്ടികളുണ്ടാവില്ല എന്നൊക്കെ ഒരു പേടിയുണ്ടായിന് കേട്ടോ. അങ്ങനെ നല്ല പ്രാർത്ഥിച്ചതൊക്കെ ചെയ്തിട്ട് കുട്ടികളുണ്ടായി. അപ്പോൾ ഉണ്ടായതോ 2 ഇരട്ട കുട്ടികളാണ് ഉണ്ടായത്. ഞാൻ എൻ്റെ അനിയത്തി ട്വിൻസാണ് കേട്ടോ. കാലത്ത് വയറ്റിലുണ്ടായ സമയത്ത് സ്കാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവുമോ അറിയില്ല കേട്ടോ. സ്കാനിങ് ഒന്നും എടുത്തില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. പ്രസവിച്ച സമയത്താണ് ഇങ്ങനെ 2 കുട്ടികളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞത് എന്നാട്ടോ ഞാൻ കേട്ടതായിട്ടുള്ള കേൾവി. അങ്ങനെയാണ്. ആദ്യം എന്നെ പ്രസവിച്ചു, പിന്നെ ഉമ്മാക്ക് വേദന ഇങ്ങനെ വരുന്ന സമയത്ത് ആ പ്രസവമൊക്കെ എടുക്കാൻ വരുന്ന ആളുണ്ടാവുമല്ലോ. അപ്പോൾ ഓര് പറഞ്ഞ് ഒരു കുട്ടിയും കൂടി ഉണ്ടെന്നാ തോന്നുന്നു, എൻ്റെ വല്യമ്മാനോട് പറഞ്ഞു. അപ്പോൾ പിന്നെ ഉമ്മാക്ക് വേദന ഇങ്ങനെ വന്നപ്പോൾ രണ്ടാമത് അനിയത്തി 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് അനിയത്തിനെ പ്രസവിച്ചിട്ടു. അങ്ങനെ 2 ട്വിൻസ് പെൺകുട്ടികളെ ഉണ്ടായിട്ടോ. അത് മാർച്ച് 31 അർദ്ധരാത്രിയാണ് ഞങ്ങൾ ഉണ്ടായത്. പിറ്റേന്ന് നേരം വെളുത്ത ഏപ്രിൽ 1 ആരും അറിയില്ല. പെട്ടെന്ന് വേദന വരലും പ്രസവിക്കലും കഴിഞ്ഞും ചെയ്തു. അന്നത്തെ കാലമല്ലേ. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ വീട്ടിൽ ഇന്നത്തെ പോലെ ഇരിക്കൊന്നുമല്ലല്ലോ, നല്ല പണി ഉണ്ടാവും. അന്ന് ഞങ്ങളെ നാട്ടിലൊന്നും വെള്ളമില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് വെള്ളം കൊണ്ടുവരണം, പിന്നെ പെരയിലെ പണികളൊക്കെ അടിച്ചേരും എല്ലാം എടുക്കും. ഇന്നത്തെ പോലെ അല്ലല്ലോ. ഇന്ന് വയറ്റിലുണ്ടായ എല്ലാവരും പിന്നെ റെസ്റ്റാണ്. അന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അന്ന് ഏത് റെസ്റ്റ് ആയാലും ഇല്ലെങ്കിലും ഒക്കെ അങ്ങനെ എടുക്കുക. പ്രസവിക്കുമ്പോൾ ആ വെള്ളം കൊണ്ടുവരുന്ന ആ സമയത്ത് വേദന വരികയാണെങ്കിൽ അവിടെ കടന്ന് പ്രസവിക്കകത്ത് വന്ന് പ്രസവിച്ചിട്ട് അങ്ങനെ പിന്നെ പ്രസവിച്ചെന്നൊക്കെ പിന്നെ ഇതുവരെ വെള്ളം കൊണ്ടുവരും. ഇപ്പോൾ അവിടെ ഓള് പ്രസവിച്ചെന്ന് അങ്ങനെയൊക്കെ കേൾക്കണ ഒരു കാലം അന്ന്. അങ്ങനെയൊക്കെ ഞാൻ കേട്ടതായിട്ടുള്ള കേൾവി അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഓരോരുത്തർക്കും. അപ്പം ഞാൻ അങ്ങനെ പറയാണ്. അങ്ങനെ അർദ്ധരാത്രി മാർച്ച് 31 ഞങ്ങളെ പ്രസവിച്ച് പിറ്റേന്ന് ഏപ്രിൽ 1 അപ്പോൾ നമ്മളെ കുടുംബക്കാരൊക്കെ അടുത്ത് തന്നെയാണ്. 100 മീറ്റർ 150 മീറ്റർ അകലത്തിലാണ് കേട്ടോ എൻ്റെ വീട് നിൽക്കുന്നത്. ഞങ്ങളപ്പാൻ്റെ വീട് നിൽക്കുന്നത്. ഇപ്പാണെങ്കിൽ അത് മംഗലാപുരത്താണ്. ഇപ്പാക്ക് മംഗലാപുരത്ത് ഹാർബറിലാണ് കേട്ടോ പണി. ഇപ്പം മരിച്ചു കേട്ടോ. ഇപ്പോൾ ഞങ്ങൾക്ക് 10 വയസ്സായി മരിച്ചു. ആ കഥയിലോട്ടൊക്കെ വരുന്നുണ്ടോ. അതാണ് സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ആയ കഥ എന്ന് ഞാൻ പറയുന്നത്. ബാപ്പാക്ക് 4 പെൺമക്കളും 2 ആൺമക്കളാണ് കേട്ടോ ഉള്ളത്. അപ്പം അന്നൊക്കെ വേഗം പെൺകുട്ടികളൊക്കെ വീട്ടിലുണ്ടാവും. വേഗം കല്യാണം കഴിച്ച് കൊടുക്കില്ല. അങ്ങനെ എന്ത് പറയുക, ഞങ്ങളുണ്ടായി. പിറ്റേന്ന് ഏപ്രിൽ 1 2-3 പറഞ്ഞു രാവിലെ പോയാണ്ട് ഉപ്പാൻ്റെ വീട്ടുകാരോട് ആരോ പറഞ്ഞു പോയാണ്ട് ഇങ്ങനെ പ്രസവിച്ച് 2 കുട്ടികളാണ് എന്ന് പറഞ്ഞപ്പം ആരും ഇത് വിശ്വസിച്ചില്ലല്ലേ. പറഞ്ഞില്ല, സ്കാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. വയറ്റിലുണ്ടെന്ന് ആരെ പ്രസവിക്കാനായെന്നൊക്കെ അറിയാമെന്നല്ലാതെ സ്കാനിങ്ങും കാര്യങ്ങളൊന്നും അന്നത്തെ കാലത്തില്ല. അപ്പോൾ ഇവരൊക്കെ എന്താ വിചാരിച്ചത്, അത് ഏപ്രിൽ പൂൾ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും പിന്നെ വന്ന് നോക്കി. അങ്ങനെയാണെങ്കിൽ ഒന്ന് പോയി നോക്കുക. അത് ഏപ്രിൽ പൂളൊന്നുമില്ലേ, കാരണം പ്രസവിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ 2 ട്വിൻസ് 5 വർഷത്തിന് ശേഷം 2 ഇരട്ട കുട്ടികളുണ്ടാകുമെന്ന് പറയുമ്പം അത് എത്രത്തോളം അതിൽ സന്തോഷം ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാമല്ലേ. ഇപ്പോൾ അവിടെ ഇല്ല കേട്ടോ. ഇപ്പോൾ മംഗലാപുരത്തോ ഇനി പിന്നെ അന്നൊക്കെ വീട്ടിൽ നിന്നാണല്ലോ, പ്രസവ ഹോസ്പിറ്റലിൽ നിന്നല്ല, വീട്ടിലെ റൂമിൽ നിന്നാണ് കേട്ടോ അമ്മ പ്രസവിച്ചതൊക്കെ. അമ്മ ഞങ്ങളെ 5 ആൾക്കാരും പ്രസവിച്ച്, ഞങ്ങൾ 5 പെൺമക്കളാണ് കേട്ടോ. 5 ആൾക്കാരും പ്രസവിച്ചത് വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ ചെറിയ അനിയത്തിന് വയറ്റുള്ള സമയത്താണ്, 8 മാസം വയറ്റുള്ള സമയത്താണ് ഇപ്പം മരിച്ചത്. ആ കഥയിലോട്ടൊക്കെ ഞാൻ വരാം. ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ട്. അപ്പോൾ പ്രസവിച്ച കുട്ടികളുണ്ടായി. പിന്നെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഉമ്മാക്ക് മഞ്ഞപ്പിത്തൊക്കെ ഉണ്ടായി. പിന്നെ പാലൊന്നും കുടിക്കാൻ പറ്റില്ല, 2 കുട്ടികളല്ലേ. അപ്പോൾ വല്യമ്മ, നമ്മളെ ഉമ്മാൻ്റെ അമ്മ ഉണ്ടല്ലോ, അനിയത്തിക്ക് പാലൊക്കെ കൊടുത്ത് വല്യമ്മക്ക് പാലൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരു കഥ. വല്യമ്മാൻ്റെ പാല് അവളും കുടിക്കും, ഉമ്മാൻ്റെ പാല് ഞാനും കുടിക്കും. അങ്ങനെയാണ് ഞങ്ങൾ വളർന്നതൊക്കെ അങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി കഥകളൊക്കെ ആയിട്ട് വരാം. കാരണം ഉമ്മാക്ക് മഞ്ഞപ്പിത്തം ആയതുകൊണ്ട്. അന്ന് മഞ്ഞപ്പിത്തം ആവുമ്പോൾ ഭക്ഷണമൊന്നും അധികമൊന്നും കഴിക്കാനും പറ്റില്ല, പാലൊന്നും അങ്ങനെ കുടിക്കാനും പറ്റില്ല, ഇത്താവും ചെയ്യല്ലോ ബാക്കി. അപ്പോൾ ഇത് ഒരുപാട് മിനിറ്റോളാവാനായി.
അപ്പോൾ ഞാൻ ഈ കഥ ഇന്നത്തെ ഈ ഒരു പാർട്ട് ഇവിടെ നിർത്തുകയാണ്. നാളെ പുതിയ രണ്ടാമത്തെ പാർട്ടായിട്ട് വരട്ടെ. ഇനി ഒരുപാട് ഞാൻ പറഞ്ഞ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ആയിട്ടുള്ള നിമിഷങ്ങളുണ്ട്. ഇരട്ട കുട്ടികളെന്ന് പറയുമ്പോൾ പിന്നെ എല്ലാതും ഒരേപോലെ ഇക്കാരല്ലോ ഓൽക്കുണ്ടാവുക. അപ്പോൾ ആ കഥകളൊക്കെ ആയിട്ട് അടുത്ത പാർട്ടിൽ ഇൻഷാ അല്ലാഹ് വരട്ടോ. അസ്സലാമു അലൈക്കും.